രാഹുൽ ഗാന്ധിയെ ശശി തരൂർ പറ്റിച്ചതായി കേൾക്കുന്നല്ലോ. എന്താണ് അതിന്റെ സത്യാവസ്ഥ? അതായത് പാറ്റാ സമരം നടക്കുകയാണല്ലോ. അപ്പോൾ അവിടേക്ക് എംപിമാരെ എല്ലാം രാഹുൽ ഗാന്ധി വിളിച്ചു വരുത്തി. അത് നമ്മൾ അറിഞ്ഞ കാര്യമാണ്. എന്താണ്, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പിറന്നാൾ ആഘോഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ റോഡിലുള്ള രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. വിളിച്ചു വരുത്തുന്നു, എല്ലാവരും വരുന്നു. സാധാരണഗതിയിൽ നമുക്കറിയാമല്ലോ ഈ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ പ്രത്യേകത എന്താ, ഇവർ അടികൊള്ളാൻ നിൽക്കില്ല. വലിയ സമരത്തിൻ്റെയൊക്കെ മുന്നിൽ കാണും, അവരിങ്ങനെ നയിച്ചു വരുന്നത് കാണും. ഏറ്റവും ഈ നേതാക്കന്മാർ ഇപ്പോൾ അടികൊള്ളുള്ളൂ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. നേരെ വന്ന് സമരം പോലീസിൻ്റെ തൊട്ടടുത്തെത്തുമ്പോഴത്തേക്ക് ഇവർ എസ്കേപ്പ് ആവും. ഈ പണ്ട് സിനിമയിലൊക്കെ ഉണ്ടാവില്ല, ഡിം എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാകുന്നത്. ഇങ്ങനെ നിൽക്കും, വില്ലൻ അല്ലെങ്കിൽ ഇത് കോമഡി സീനാകുമ്പോഴത്തേക്കും ഇങ്ങനെ നായകൻ കൂട്ടുകാരും ഒക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് പോലെ ഈ നേതാക്കന്മാർ അപ്രത്യക്ഷമാവും. നമ്മൾ ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന് പറയുന്ന സിനിമയിൽ ആ ഒരു കക്ഷി ഓടുന്ന രംഗമുണ്ടായിരുന്നു. അതെ അതെ, റഹീമിൻ്റെ അല്ലേ. ഇതുപോലെ ഓരോരോ നേതാക്കന്മാരും ഓടാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓടിത്തള്ളാൻ കൃത്യമായി അറിയാമെന്നുള്ളവരാണ് കോൺഗ്രസിന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് അടി കൊള്ളാൻ വയ്യാത്തവർ. പക്ഷേ റഹീമൊക്കെ പഴയ സമരങ്ങൾക്കൊക്കെ ഒരുപാട് അടി കൊണ്ടാണ്. പ്രായമായി, ഒത്തിരി പ്രായം മുതിർന്ന പ്രായമാകുമ്പോഴത്തേക്കും നേതാക്കൾ അങ്ങനെ അടി കൊള്ളേണ്ടതില്ല. ഇപ്പം റഹീം SFIയുടെ ജില്ലാ സെക്രട്ടറി നേതാവൊക്കെ ആയിരിക്കുമ്പോൾ നല്ല പോലെ അടി കൊണ്ടാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ അടികൊള്ളാൻ മടിയുള്ള ആൾക്കാരല്ല SFIക്കാരൊക്കെ. പക്ഷേ ഈ പറയുന്ന കോൺഗ്രസ്സുകാർ CPMകാർക്ക് അടി കൊള്ളാനും കൊടുക്കാനും ഒക്കെ ഇത്തിരി ഉശിരുള്ള ടീമാണ്. പക്ഷേ നേതാക്കളാണ് കോൺഗ്രസ്സിലെ ഓരോ അണിയും. അപ്പോൾ അവർക്ക് അടി കൊള്ളാൻ കഴിയില്ല, അവർക്ക് ഷർട്ട് ചൊളിയാൻ പറ്റില്ല, വഴിക്ക് പറ്റാൻ പറ്റില്ല. പക്ഷേ അവിടേക്കാണ് ട്രാപ്പ് ചെയ്ത് നേതാക്കളെ രാഹുൽ ഗാന്ധി വിളിച്ചത്. ബർത്ത്ഡേ ആഘോഷിക്കുകയാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കൊണ്ടുവന്ന് കൊലയ്ക്ക് കൊടുക്കാനായിട്ടുള്ള മഹാഭാവി എന്നൊക്കെ ട്രോളിൽ ചോദിക്കുന്നുണ്ട് ആൾക്കാർ. ഏതായാലും നേരെ ചെല്ലുന്നു, അടികൊള്ളുന്നു. KC വേണുഗോപാൽ ബോധം കെട്ട് വീണു അല്ലേ. ബോധം കെട്ട് വീഡിയോ ഒക്കെ വന്നായിരുന്നല്ലോ, പോലീസായിട്ട് ഉന്നതല്ലോ വന്ന് ബോധം കെട്ട് വീണു. ഡീൻ കുര്യാക്കോസാണ് പിന്നെയും ഇടുക്കി MP ഉണ്ടല്ലോ, പോലീസ് ബസ്സിനകത്ത് കിടന്ന് അടിയുണ്ടാക്കുന്നു, പോലീസുകാരുമായിട്ട് ഉന്തും തള്ളും ഉണ്ടാക്കുന്നു. ഗംഭീര സീനായിരുന്നു. ഏതായാലും ഡൽഹിയിലെ പോലീസുകാർക്കൊന്നും എല്ലാ MPമാരെയെന്ന് പറഞ്ഞുകൂടാ. 100-400 അല്ലേ, എങ്ങനെയാണ് എല്ലാവരും അറിയുന്നത്? സാധാരണക്കാരായിട്ടുള്ള കോൺസ്റ്റബിൾമാരൊക്കെ എങ്ങനെ അറിയുന്നത്? കൈ കിട്ടി അടിക്കും, അടിഞ്ഞോട്ട് ദേഹം നിന്ന് കഴിഞ്ഞാൽ പോലീസുകാർ നല്ലപോലെ. പ്രത്യേകിച്ചും എല്ലാ നേതാക്കളെ അവർക്ക് അറിയില്ല എന്നുള്ളതിന്റെ ദൃശ്യം നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. VD സതീശൻ വരുന്ന സമയത്ത് അദ്ദേഹം കുറേ തവണ ഡൽഹി പോലീസിനോട് പറയുന്നുണ്ട്, ഒന്ന് മാറി നിൽക്കും, ഞാൻ അതിന്റെ അകത്തേക്ക് പോട്ടെ. പക്ഷെ അവരാരും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അതിലും വലിയ അവരുടെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററിന്റെ വസതിക്ക് മുന്നിൽ സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കയറി ചെല്ലാൻ വരുന്ന ആള് കേരളത്തിന്റെ CM ആണെന്ന് അവർക്ക് അറിയത്തില്ല. അല്ല, ആയാലും കയറ്റി വിടാൻ കഴിയില്ല. പ്രധാനമന്ത്രിയാണ് അവിടെ പ്രധാന പരിഗണന. പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, ഇങ്ങനെയുള്ളവരൊക്കെയാണ് അവിടുത്തെ ഏറ്റവും ഹൈ ആയിട്ടുള്ള ആൾക്കാർ. ബാക്കിയുള്ളതൊക്കെ അതിന് താഴെ വരുള്ളൂ. ഏതായാലും അങ്ങനെ വിളിച്ചു വരുത്തിയ രാഹുൽ ഗാന്ധിയുടെ സമര പരിപാടി എല്ലാവരും വന്നു. ഖാർഗെയുടെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞ് നമ്മൾ മാർച്ച് ചെയ്യാൻ പോവാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ ഈ വസതി ഉണ്ടല്ലോ, ഒരു ഒത്തുകൂടിയ വസതി, അവിടെ നിന്ന് 500 മീറ്ററേ ഉള്ളൂ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക്. അതുകൊണ്ട് തന്നെ റോഡ് മാർഗം നടന്നു പോകാൻ കഴിയും. അങ്ങനെ പോകാനായിരുന്നു പദ്ധതി. അപ്പോൾ ഇവരെ എല്ലാവരും വിളിച്ചു, എല്ലാ മുതിർന്ന ഉന്നത നേതാക്കളും അവിടെ ഉണ്ട്, കോൺഗ്രസ്സുകാർ. ഇവരെല്ലാവർക്കും പോകേണ്ടി വന്നു, അറസ്റ്റ് വരിക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ ഒരാളില്ല. ആരാ? ശശി തരൂർ. ശശി തരൂരിനെയും രാഹുൽ ഗാന്ധി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സാധാരണ ഒരു വലിയ പരിപാടിയോ നല്ല പരിപാടി എന്തെങ്കിലും ആണെങ്കിൽ ശശി തരൂരിനെ ഒഴിവാക്കാറാണ് പതിവ് അല്ലേ. ഇത് കുറയ്ക്ക് കൊടുക്കാനായതുകൊണ്ട്, പോലീസിൻ്റെ അടികൊള്ളാനായിട്ട് ആയതുകൊണ്ട് ശശി തരൂരിനെ വിളിച്ചു. പക്ഷേ ശശി തരൂർ ബുദ്ധിപൂർവ്വം അവിടെ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ്. അദ്ദേഹം അവിടേക്ക് ചെന്നില്ല. ഞാൻ ഈ പരിപാടിക്ക് വേറെന്തോ യോഗത്തിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ അവിടേക്ക് പോവുകയാണ് എന്ന് പറയുകയാണ് ചെയ്തത്. ഏതായാലും പരിപാടിക്ക് പങ്കെടുത്തില്ല. അതെന്തായാലും ശശി തരൂരിന് നന്നായി. ശശി തരൂർ ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലായതിന് ശേഷമാണ്, ഈ ജയിലിലാണ് നേതാക്കളെയൊക്കെ സന്ദർശിക്കാനായിട്ട് ശശി തരൂർ എത്തിയത് എന്നുള്ളതാണ്. ഏതായാലും ശശി തരൂരിന് അടിയും കൊള്ളേണ്ടി വന്നില്ല. ഈ മാർച്ചിൽ പങ്കെടുത്ത് പോലീസിൻ്റെ അറസ്റ്റ് വരിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ശശി തരൂർ അങ്ങനെ ഒഴിഞ്ഞു മാറിയത് ബുദ്ധിപൂർവ്വമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശശി തരൂരിനെ പോലൊരു നേതാവ് പലപ്പോഴും തീരുമാനമെടുക്കുന്നത് ഈ നേതാക്കളോ മറ്റ് നേതാക്കളോ ആരെങ്കിലും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലില്ല. ശശി തരൂരിന് ഒരു പ്രശ്നത്തിൽ കൃത്യമായ വീക്ഷണം ഉണ്ടായിരിക്കും. ആ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളത്. സർക്കാരിനെ പുകഴ്ത്തേണ്ട കാര്യമുണ്ടെങ്കിൽ, അഭിനന്ദിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അവിടെ അത് അഭിനന്ദിച്ച് തന്നെയാണ് ശശി തരൂർ മുന്നോട്ട് പോവുക. ഇനി വിമർശിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ കൃത്യമായ വിമർശനം, വ്യക്തമായ വിമർശനം മുന്നോട്ട് വയ്ക്കാനും ശശി തരൂർ പഠിക്കില്ല എന്നുള്ളത്. കാരണം ശരിയായി നേരെ ചിന്തിക്കുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് അങ്ങനെയാണ് ശശി തരൂർ നിലപാടെടുക്കാറുള്ളത്. കാരണം ശശി തരൂറിന് കൃത്യമായ വ്യക്തത ഓരോ വിഷയത്തിലുമുണ്ട്. അതിന് കാരണം ഇവിടുത്തെ നമ്മുടെ ഈ ലോക്കൽ രാഷ്ട്രീയത്തിലല്ല അദ്ദേഹം വളർന്നത്. ഉന്നതമായ ചിന്താഗതി, കൃത്യമായ വ്യക്തമായ രാഷ്ട്രീയ ബോധം, ഇതിലൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എഴുതിയ പുസ്തകത്തിന് വൈ ഐ ആം എ ഹിന്ദു എന്ന് പേരിട്ടത്. ആ പുസ്തകത്തിന് ഞാൻ എന്തുകൊണ്ട് ഹിന്ദു അല്ല എന്നല്ല,
ഞാൻ എന്തുകൊണ്ട് ഹിന്ദു ആണ് എന്നുള്ളതാണ്. ഹിന്ദു ആയിരിക്കുന്നതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു മിതവാദിയുടെ ലൈനിലാണ് അദ്ദേഹം ഹിന്ദുത്വത്തെ അല്ല, ആദ്യ സ്വീകരിച്ചിരിക്കുന്നത്. സമയത്ത് ഉം. ഈ പാറ്റ സമരവുമായി ബന്ധപ്പെട്ട് ആദ്യം കോൺഗ്രസിൽ നിന്ന് ഇപ്പൊ രാഹുൽ ഗാന്ധിയൊക്കെ പിന്നീടല്ലേ ഉം. വരുന്നത്. ഇപ്പൊ, ശശി തരൂരിനെ സംബന്ധിച്ച് പാറ്റ സമരത്തിനോടൊപ്പം തന്നെയാണ് എന്നിട്ടൊരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പക്ഷേ നടക്കുമ്പോൾ അതാണ് ശശി തരൂരിൻ്റെ ഒരു വിവേക വ്യത്യാസം എന്ന് പറയുന്നത്. ഇത്തരം അക്രമത്തിനല്ല അദ്ദേഹം പിന്തുണ കൊടുക്കുന്നത്. ആ. അദ്ദേഹം സമരത്തിനും ജനാധിപത്യ രീതിയിലുമുള്ള പ്രക്രിയയ്ക്കാണ്. അതിന് കാരണവും ഉണ്ടായിരിക്കണം. നീറ്റിന് സമരം ചെയ്യുകയാണോ, ശരി, നീറ്റിന് സമരം ചെയ്യും. പക്ഷേ നീറ്റിൻ്റെ പ്രശ്നം പരിഹരിച്ചില്ലേ? ശശി തരൂരിനോട് ചോദിച്ച ഒരു പക്ഷേ ശശി തരൂർ അങ്ങനെ ആയിരിക്കും പറയുന്നത്. കാരണം നമുക്ക് ശശി തരൂരിൻ്റെ ലോജിക്ക് അറിയാം. എങ്ങനെയാണ് കൃത്യമായ വ്യക്തമായ ഒരു ലോജിക്ക്, ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ശശി തരൂർ നിലപാടെടുക്കുന്നത്. സ്വന്തം തോന്നിയ വഴിക്കോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന വികാരത്തിൻ്റെ പുറത്തോ അല്ല. ഇമോഷണൽ ബാലൻസ് നല്ല പോലെയുള്ള ആളാണ് ശശി തരൂർ. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യനേക്കാളേറെ വിവേകമതിയായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിൻ്റെ, ഒരു ബ്യൂറോക്രാറ്റിൻ്റെ ഒക്കെ ക്വാളിറ്റി കൂടെ ചേർന്ന ഒരാളാണെന്ന് പറയുന്നത്. അത്രയും ക്വാളിറ്റി ഉപയോഗിച്ചാണ് അദ്ദേഹം കാര്യങ്ങൾ. പലപ്പോഴും ശശി തരൂർ എടുക്കുന്ന നിലപാട് പ്രാക്ടിക്കലായിരിക്കും. ശരിയായിട്ട് വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം വലിയതായിട്ട് ഊന്നൽ കൊടുക്കാറില്ല. വൈകാരികമായ രീതിയിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനവും നടത്താറില്ല. നടത്തുന്ന പ്രവർത്തനം കൃത്യവും വ്യക്തവുമായിട്ടുള്ള പദ്ധതിയുടെ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ചിന്തിച്ചുറപ്പിച്ച് തന്നെയാണ് ശശി തരൂർ പെരുമാറാറുള്ളത്, പ്രവർത്തിക്കാറുള്ളത്. അവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് തെറ്റുപറ്റിയത്. രാഹുൽ ഗാന്ധിയുടെ പുറകെ നടക്കുന്ന ഈ നേതാക്കളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി വിളിക്കുമ്പോൾ ചെല്ലും. എന്ത് കാര്യത്തിനാണ് ഇവിടെ ശശി തരൂരിന് സ്വാഭാവികമായിട്ട് സംശയം തോന്നും. എന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും ഉൾപ്പെടുത്താത്ത രാഹുൽ ഗാന്ധിയും കൂട്ടരും എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിളിക്കുന്നത് എന്നൊരു സംശയം ഉണ്ടായാൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. ശശി തരൂർ തോന്നിക്കാണ് ഇതിലെന്തോ ഒരു ട്രാപ്പ് ഉണ്ടല്ലോ, എന്തായാലും ഞാൻ ചെല്ലുന്നില്ല. അവിടെ സമരവും നടപ്പുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിയൊക്കെ ശശി തരൂരിനുണ്ടായിരിക്കണം. അദ്ദേഹം എന്തായാലും ശരി, ഓക്കെ, ശരി, ഞാൻ വരുന്നില്ല. സാധാരണ എന്നെ എല്ലാത്തിനും ഒഴിവാക്കാറാണല്ലോ പതിവ്. ഇതിലും അങ്ങ് ഒഴിവാക്കിക്കോ എന്ന് പറഞ്ഞു. ആഘോഷത്തിന് മാത്രം എന്നെ അങ്ങനെ ഇപ്പോൾ വിളിക്കേണ്ട എന്നൊരു പക്ഷേ ചിന്തിച്ചാലും തെറ്റു പറയാനില്ല. ഏതായാലും ശശി തരൂർ അവിടുന്ന് മാറി നിന്നു. അത് ശശി തരൂരിൻ്റെ ഒരു വിവേകം കൂടിയാണ്. ആ അക്രമം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകരുത് എന്നൊരു നിലപാടെടുക്കുന്നത്. തീർച്ചയായും നല്ല നിലപാട് തന്നെയാണ്. പക്ഷെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. പ്രിയങ്ക ഗാന്ധി ആ സമരത്തിൽ പങ്കെടുത്തു. അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിച്ചു. പക്ഷെ എന്താണ് വയനാട്ടിലേക്കൊന്നും വരാതിരുന്നത് എന്നൊരു കാര്യമുണ്ട്. വയനാട്ടിലേക്ക് ദിവസമൊക്കെ എണ്ണി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ സമരം കൊഴുകുകയാണ്, വീണ്ടും പ്രതിഷേധങ്ങൾക്ക് വേണ്ടി തന്നെ പോവുകയാണെന്ന് പറയുമ്പോൾ വീണ്ടും ഇവിടുത്തെ MP അവിടുത്തെ ജനങ്ങൾ കാത്തിരിക്കുകയല്ലേ. സ്വന്തം പ്രവൃത്തി മേഖലയിൽ അല്ലെങ്കിൽ മണ്ഡലത്തിൽ പ്രവർത്തിക്കാതെ അത് എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ. പക്ഷെ അവസാനം ഇവർക്ക് വോട്ട് കൊടുക്കുന്നത് കേരളത്തിലല്ലേ. അല്ലെങ്കിൽ CM അങ്കിൾ ചെല്ലുമ്പോൾ VD സതീശനെങ്കിലും പറയേണ്ടതായിരുന്നു, ഇവിടെ ജി അങ്ങോട്ടൊന്ന് പോയി നോക്കൂ. നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കിക്കോളാം. അവിടുത്തെ ജനങ്ങളെ ഒന്ന് പോയി കാണും. അവിടെ ഒരുപാട് ജീവനുകൾ നഷ്ടമായിട്ടുണ്ടല്ലോ. അപ്പോൾ വീണ്ടും അവിടുത്തെ ജനങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒരു രണ്ട് നീതി. ഇവിടെ ഞങ്ങൾ സംസാരിക്കും, അല്ലെങ്കിൽ എവിടെയാണോ മീഡിയ കവറേജ് ഉള്ളത് അവിടെ ഞങ്ങൾ നിൽക്കും, മറ്റേടത്തേക്ക് ഞങ്ങൾ പോകില്ല. ആ ഒരു നിലപാട് അത്രയങ്ങ് നല്ലതായിട്ട് തോന്നുന്നില്ല. അതെ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ട് വേണം മറ്റേത് കാര്യത്തിലേക്ക് ഒരു നേതാവ് പോകുക. അതാണ് ആതിര് പറഞ്ഞത്. ശരിയാണ്. പ്രിയങ്ക ഗാന്ധി അങ്ങനെ ഒരു കാര്യം വയനാടിന് വേണ്ടി ചെയ്യുന്നില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധി ലക്ഷ്യം വെക്കുന്നത് ദേശീയ നേതാവ് എന്നുള്ള ഒരു നിലയ്ക്ക് നിൽക്കാനാണ്. ഇത് എൻ്റെ ഒരു മണ്ഡലമാണ്, ശരിയാണ്, ഞാൻ അവിടെ നിന്നാണ് ജയിച്ചത്. പക്ഷേ ആ ഉത്തരവാദിത്വം ഒന്നും എനിക്ക് കാണിക്കാൻ കഴിയില്ല. അത് സിദ്ദിഖ് വേണമെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള ഒരു നിലപാടാണ് പ്രിയങ്ക ഗാന്ധി എടുത്തിരിക്കുന്നതെന്നാണ്. പക്ഷേ ആ നിലപാടെടുത്തിരിക്കുമ്പോഴാണ് മറുഭാഗത്ത് ശശി തരൂർ ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത്. ഈ സമരത്തിനോട് എനിക്ക് യോജിപ്പില്ല എന്ന്. അതായത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ ഏറ്റവും ടോപ്പ് റാങ്കിലിരിക്കുന്ന രണ്ട് പേര്, ഒന്ന് പ്രിയങ്ക, ഒന്ന് രാഹുൽ. ഈ രാഹുലും പ്രിയങ്കയും എടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറയുകയാണ് ശശി തരൂർ അവിടെ ചെയ്തിരിക്കുന്നത്. അത് നിസ്സാര കാര്യമല്ല. ആ നിലപാടിനപ്പുറത്തേക്ക് എനിക്ക് സ്വന്തമായിട്ടൊരു നിലപാടുണ്ടോ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഖാർഗെ മുതൽ ഇങ്ങറ്റം നമ്മുടെ VD സതീശൻ വരെയുള്ള നേതാക്കൾ നിൽക്കുമ്പോൾ അവർക്കൊക്കെ ഒരു പാഠമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ശശി തരൂർ ഉള്ളത്. VD സതീശന് നിസ്സാര കാര്യമല്ലല്ലോ. ഇപ്പം നിർണായകമായ ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രിയല്ലേ. ആ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ലംഘനവും അത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങളും ഈ പറയുന്ന സമരത്തിൽ പങ്കെടുക്കുന്നതോടുകൂടി ഉണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയില്ല. എന്താ ജോസഫ് വിജയ് എടുത്തിരിക്കുന്ന നിലപാട്? ജോസഫ് വിജയ് ബുദ്ധിപരമായിട്ടല്ലേ നിൽക്കുന്നത്. വിജയ് കൃത്യമായിട്ട് ആ ഒരു പ്രൊട്ടസ്റ്റിന് എന്നുവെച്ചാൽ ആ എതിരുമല്ല സമരം തെറ്റാണെന്നുള്ളത് എന്നാ. പറഞ്ഞിട്ടില്ല. പക്ഷേ വിജയ് പറയുന്നതും
അവരെന്തിനു വേണ്ടിയിട്ടാണോ സമരം ചെയ്യുന്നത് ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാകണം. അല്ലാതെ അവിടെ ഇനി തമിഴ് മക്കളൊക്കെ അവിടെ പോയി പാറ്റ അടികൊള്ളാനൊന്നുമില്ല. സമരത്തിനോടൊപ്പം ചേരാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഹ്വാനം വിജയ് തമിഴ്നാട്ടിൽ നടത്തുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമാവുന്നത്. അപ്പോൾ ആ ഒരു പക്വതയാണ്, അതേ പക്വത വിജയ് കാണിക്കുന്നുണ്ട്. വിജയുടെ നിലപാടിനോട് യോജിപ്പൊന്നുമില്ല, അതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അതവിടെ നിൽക്കട്ടെ, അതല്ല സബ്ജക്റ്റ്. ഇവിടെ ശശി തരൂർ എടുക്കുന്നത് പക്വമായ കൃത്യമായ നിലപാടാണ്. അതെടുക്കാൻ കഴിയാതെ പോയതാണ് വി ഡി സതീശനും അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കുമുള്ള ഒരു പരാജയം. അവരെ ആ ട്രാപ്പിൽ വീണു, ചതിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതിനകത്തൊരു മുറുമുറുപ്പും ഇപ്പോൾ കോൺഗ്രസിനകത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇത്തരം സമരങ്ങൾക്ക് ബലിയാടാവുകയാണ്, ബലിയാടാക്കപ്പെടുകയായിരുന്നു, അത് പൂർണ്ണമായിട്ട് പാർട്ടിയുടെ ഒരു തീരുമാനമായിരുന്നോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. ആരുടെ തീരുമാനം, എന്ത് തീരുമാനം എന്നുള്ളത് പാർട്ടി പിന്നീട് ചർച്ച ചെയ്യുമോ എന്നുള്ളത് കൊണ്ട്, ഏതായാലും പാർട്ടിയുടെ തീരുമാനം എന്ന് പറയുന്നത് രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും തീരുമാനമാണ് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിനകത്ത് നിന്നും ഒരു പുതിയ കാര്യമായിരിക്കില്ല. പക്ഷേ ശശി തരൂർ കൃത്യമായി ഊരിപ്പോന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും രസകരമായ ഊരി പോകുന്നതിനോടൊപ്പം മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന നിലപാടാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അമേഠിയിലൊക്കെ രാഹുൽ ഗാന്ധിക്ക് സീറ്റ് നഷ്ടപ്പെട്ട ഒരു അവസ്ഥ നമ്മൾ കണ്ടല്ലോ. അതുപോലെ കേരളത്തിലും വിദൂരമൊന്നും അല്ല. ഇവിടുത്തെ പ്രശ്നം തീർക്കാതെ അവിടെ പോയി നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ വോട്ടേഴ്സ് ചോദിക്കും, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലായിരുന്നല്ലോ എന്നുള്ളത്. അതെ, തീർച്ചയായും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.